സദ്ഗുരു, എന്റെ ഗുരുവിനു വേണ്ടി എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക? എങ്ങനെ എനിക്ക് അങ്ങയെ സഹായിക്കാനാകും? എനിക്കെന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നു, പക്ഷേ എന്താണെന്നറിയില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഈ വക കാര്യങ്ങൾ വെച്ച് നിങ്ങളെ തന്നെ വിഷലിപ്തമാക്കാതിരിക്കുക. ഗുരുവിനു വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണത്. നിങ്ങളെല്ലാവരും ഇത് ഓർത്തിരിക്കണം. നിങ്ങളുടെ ഗുരുവിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച കാര്യം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഡ്ഢിത്തങ്ങൾ ഉപേക്ഷിച്ചു വളരുക. ഒരു പൂന്തോട്ടത്തിന് തോട്ടക്കാരന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? വളർന്ന് പൂവിടുക അല്ലേ? അല്ലല്ല, ഞങ്ങൾക്ക് അങ്ങയ്ക്ക് വേണ്ടി അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതൊന്നുമല്ല ലക്ഷ്യം. അതല്ല ലക്ഷ്യം. മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അവർ ആഗ്രഹിക്കുന്നത് ചെയ്യുകയാണല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. എപ്പോഴും ഇതാണ് പ്രശ്നം. ഒരാൾക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം അവർക്ക് ആവശ്യമുള്ളതാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ പണ്ട് തൊട്ടേ, എന്നെ നേരത്തെ അറിയുന്നവർക്കറിയാം, ഞാൻ ഒട്ടും സംസാരിക്കാത്ത ഒരാളായിരുന്നു. ഞാനൊന്നും സംസാരിക്കാത്ത ഒരാളായിരുന്നു. ഒരക്ഷരമിണ്ടാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. മൗനത്തിലോ ആത്മീയതയിലോ ആയിരുന്നില്ല. ഓക്കെ, വെറുതെ ഇരിക്കും. കാരണം ഭൂരിഭാഗ സമയവും സ്കൂളിലായാലും കോളേജിലായാലും എവിടെയായാലും വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും എല്ലാവരും പറയുന്നത് വെറും അസംബന്ധങ്ങളായിരുന്നു. അതുകൊണ്ട് മിക്കവാറും ഞാൻ മിണ്ടാതിരുന്നു. കാരണം അവരുടെ സംസാരം കേൾക്കാൻ എനിക്ക് പേടിയായിരുന്നു. അവർ വാ തുറന്നാൽ അവരുടെ വായനാറ്റം കൊണ്ട് കൊന്നില്ലെങ്കിൽ മോശം സംസാരം കൊണ്ട് നിങ്ങളെ കൊല്ലുമായിരുന്നു. ഈ ലോകത്ത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ സന്തോഷത്തോടെ എന്തെങ്കിലും പറയാൻ കഴിയൂ. അത് എന്തെങ്കിലും മഹത്തായ കാര്യമാകണമെന്നില്ല. ഹൃദയത്തിൽ നിന്നും വരുന്ന എന്തെങ്കിലും ഒന്ന് പറയുക, അല്ലെങ്കിൽ മറ്റൊരാളോടൊപ്പം വെറുതെ ഇരിക്കാൻ കഴിയുന്നവർ വളരെ കുറവാണ്. മറ്റുള്ളവരെല്ലാം ബുദ്ധിമാന്മാരാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടതോ വായിച്ചതോ ആയ അസംബന്ധങ്ങൾ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഞാൻ സംസാരിക്കാറേയില്ലായിരുന്നു. വല്ലപ്പോഴും മാത്രം സംസാരിക്കും. ചിലയിടങ്ങളിൽ ഞാൻ വളരെ ഉന്മേഷവാനായിരുന്നു, പക്ഷെ മറ്റിടങ്ങളിൽ ഞാൻ അടങ്ങിയിരുന്നു. കാരണം ഞാൻ മിണ്ടിയില്ലെങ്കിൽ മറ്റുള്ളവരും മിണ്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെന്നെ രക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ ഈ നിർത്താതെയുള്ള സംസാരവും തിരക്കുകളും എവിടെയായാലും അങ്ങനെ തന്നെ. എപ്പോഴും ആളുകൾക്കിടയിലാണ്, ഓരോ വ്യക്തിയോടൊപ്പമല്ല. വലിയ ആൾക്കൂട്ടത്തിന് ഇടയിലാണ് എപ്പോഴും. പൊതുസ്ഥലത്ത് ഒരു മൈക്കിന് മുന്നിൽ ഇരിക്കുമ്പോഴായാലും നടക്കുമ്പോഴായാലും എപ്പോഴും 10 പേരെങ്കിലും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതെൻ്റെ വ്യക്തിപരമായ തീരുമാനമല്ല. ഈ ലോകത്തിൻ്റെ വലിയൊരു ആവശ്യമാണ്. ആളുകൾക്കറിയാവുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ, അവർക്കിപ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ, അവർക്കൊപ്പം കുറച്ചു നേരം നടന്നില്ലെങ്കിൽ അവരെ മറ്റൊരു വഴിയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം സ്വയം വളരുക എന്നതാണ്. അസംബന്ധങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ കഴിഞ്ഞകാല വിഡ്ഢിത്തങ്ങൾ എനിക്ക് വിട്ടു തന്നേക്കൂ. ഇപ്പോൾ ഉള്ളത് നിങ്ങൾ കൈകാര്യം ചെയ്യൂ. അത് ചെയ്താലേ കാര്യമുള്ളൂ. ഇപ്പോൾ നിങ്ങൾ മരിച്ചുവെന്ന് കരുതുക, അല്ലെങ്കിൽ ഞാൻ മരിച്ചാലും എൻ്റെ ആത്മീയ പ്രവർത്തനങ്ങൾ ഞാൻ അവസാനിപ്പിക്കില്ല. അതുകൊണ്ട് അതിലെനിക്ക് ആശങ്കയില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അത് ഫൗണ്ടേഷനെ ബാധിച്ചേക്കാം, പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം. പക്ഷേ ഈ ആത്മീയ യാത്രയെ ബാധിക്കില്ല. ആളുകൾ ഇവിടെ വന്നിട്ടും വളരുന്നില്ല എന്നതാണ് എൻ്റെ ആശങ്ക.
എൻ്റെ പൂന്തോട്ടത്തിൽ ചിലരെ ഞാൻ നട്ടു, പക്ഷെ അവർ വിരിഞ്ഞില്ല. അതെന്നെ വല്ലാതെ പേടിപ്പിക്കുന്നു. അപ്പോൾ ക്ഷമയോടെ 10 ജന്മങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവർക്കായി പുറത്തൊരു ആശ്രമം പണിയേണ്ടി വരും. ഇവിടെയും ഏകദേശം അങ്ങനെയൊക്കെയാണ്. പക്ഷേ ചില കാരണങ്ങളാൽ അതിവിടെ പാടില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇവിടെ വരുന്ന എല്ലാവരും ഇതിൻ്റെ കേന്ദ്രബിന്ദുവിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനു ചുറ്റും ഒരു വട്ടം പണിയാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊരു എരിയുന്ന തീനാളമാണ്. എല്ലായിടത്തും അതുണ്ട്. അപ്പോൾ നിങ്ങൾ പോപ്കോൺ കണ്ടിട്ടുണ്ടോ? പോപ്കോൺ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ചോളം വിരിയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന് കൃത്യമായ ചൂട് കിട്ടണം. പക്ഷെ ചിലത് കരിഞ്ഞു പോകും, ചിലത് വിരിയില്ല. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ ചൂടാണ് നൽകുന്നത്. പക്ഷെ ചിലർ അത് ശരിയായി സ്വീകരിക്കുന്നില്ല. അവർ കാണിക്കുന്നത് വിഡ്ഢിത്തങ്ങളാണ്. വിരിയുന്നതിന് പകരം അവർ കരിഞ്ഞു പോകുന്നു. വിരിയുന്നതിന് പകരം നിങ്ങൾ പോപ്കോൺ വിരിയുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ണുകൾക്ക് മുമ്പിൽ വിരിയുന്നത് കാണാൻ പറ്റുന്നൊരു പൂവാണത്. മറ്റു പൂക്കൾക്ക് ഒരുപാട് സമയം വേണം. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അത് വിരിയുന്നു. അപ്പോൾ ഇന്നർ എഞ്ചിനീയറിങ്ങിനും ഭാവസ്പന്ദനയ്ക്കും വരുന്നവർക്ക് 3 ദിവസം കൊണ്ട് ഇങ്ങനെയൊരു മാറ്റം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അവസാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ എല്ലാത്തിനെയും ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിൻ്റെ അർത്ഥമറിയാമോ? നമുക്ക് എല്ലാം വേണം. നമുക്ക് കുറച്ചു വളർച്ച മാത്രം പോരാ. പൂർണ്ണതയിൽ കുറഞ്ഞ ഒന്നിനും നമ്മൾ തയ്യാറല്ല. സമാധാനം മാത്രം മതിയെങ്കിൽ അത് നൽകാൻ എളുപ്പമാണ്. സ്നേഹം മാത്രമാണ് വേണ്ടതെങ്കിൽ അതും എളുപ്പത്തിൽ നൽകാം. പരമാനന്ദമാണ് വേണ്ടതെങ്കിൽ അതും നൽകാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ സകലതും ആഗ്രഹിക്കുന്നവരാണ്. ഒന്നിലും നമ്മൾ തൃപ്തരല്ല. നമുക്കെല്ലാം വേണം. ആ ലക്ഷ്യമുള്ളതുകൊണ്ട് ഇതെപ്പോഴും സജീവമായിരിക്കണം. സമാധാനമോ സ്നേഹമോ സന്തോഷമോ ഇതിലേതെങ്കിലും ഒന്നിൽ ഒതുങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എനിക്ക് നിങ്ങളെ എളുപ്പത്തിൽ സഹായിക്കാമായിരുന്നു. എന്തെങ്കിലും ഒന്നിൽ ഒതുങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളിതിൻ്റെ കേന്ദ്രഭാഗത്ത് ഉണ്ടാകേണ്ടതില്ല. എവിടെയിരുന്നാലും നിങ്ങൾക്കത് നേടാം. എനിക്കെന്ത് ചെയ്യാനാകും? നാളെ സദ്ഗുരു മരിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ വളർന്ന് പൂവിടണം, അല്ലേ? അതുകൊണ്ട് ജീവിതത്തെ ഇങ്ങനെയൊന്ന് നോക്കിക്കാണൂ. ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ മരിച്ചേക്കാം. അപ്പോൾ ഇന്ന് രാത്രി തന്നെ എന്തെങ്കിലും സംഭവിക്കണം, അല്ലേ? അതുകൊണ്ട് ആഴ്ചകളെക്കുറിച്ചോ മാസങ്ങളെക്കുറിച്ചോ വർഷങ്ങളെക്കുറിച്ചോ ജന്മങ്ങളെക്കുറിച്ചോ ചിന്തിക്കരുത്. ഓരോ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. കാരണം ജീവിതം എന്ന് പറയുന്നത് നിമിഷങ്ങളാണ്.